SFI നല്ല ആക്റ്റീവായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ കോളേജ് ക്യാമ്പസ് രംഗത്ത്. ആ സമയത്തൊന്നും ഈ വിപ്ലവ ഗാനങ്ങളിലേക്കൊന്നും തിരിഞ്ഞില്ലേ? ഈ ബാലഭാസ്കറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനത് പിന്നീട് ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഈ ബാലഭാസ്കറുമായിട്ടുള്ള ഒരു ഓർമ്മകളൊക്കെ എങ്ങനെ? ഇപ്പം അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപോലെ ആരാധിച്ചിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് നമ്മളിൽ നിന്ന് അങ്ങ് പോകുന്നു. യൂണിവേഴ്സിറ്റി കോളേജിന്റെ കാര്യം പറയുമ്പോഴും ബാലുവിന്റെ പേര് പറയാതെ പോകുന്നത് ശരിയല്ല. അത് കാര്യം നമ്മുടെ എല്ലാ മ്യൂസിക്കൽ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ മ്യൂസിക് നമ്മൾ ഫോളോ, ഓഫ് കോഴ്സ് നമ്മൾ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ കേരളത്തിൽ തന്നെ ഒരു പാരലൽ മ്യൂസിക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആ സമയമൊക്കെ നമ്മൾ കേൾക്കുന്ന പോലെ ബോയ് ബാൻഡ്, ബോയ്സ് ഓണോ ബാക്ക് സ്ട്രീറ്റ് ബോയ്സോ ഒക്കെ പോലത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാലുവാണ്, കൺഫ്യൂഷൻ എന്നുള്ള ബാൻഡ്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങാണ് ഞങ്ങളെല്ലാവരും കാണുന്നതും. ഞങ്ങളുടെ ഏറ്റവും അടുത്ത മ്യൂസിക്കൽ എക്സ്പീരിയൻസ് എല്ലാം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അപ്പം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഓർമ്മകളെന്ന് പറയുമ്പോഴേ അതിൽ ഒരു 75% അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ പങ്കുണ്ട്. ഞങ്ങൾ സ്റ്റുഡിയോ റെക്കോർഡിങ് കാണുമ്പോഴും ഇല്ലെങ്കിൽ പ്രാക്ടീസ് സെഷൻസ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതിലും ഫെസ്റ്റിവലുകളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നതിനെല്ലാം വിന്നറുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു കൊളാബ് അന്ന് മുതൽ നമുക്ക് കിട്ടിയത് നമുക്ക് കുറച്ച് വലിയൊരു കാര്യമാണ്. ഇന്ന് ഇപ്പം അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? നമ്മളിപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാതാവുകയാണല്ലോ. അതെ, അത് അദ്ദേഹത്തിന്റെ മ്യൂസിക്കിനെക്കാട്ടിലും കൂടുതൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അന്ന് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മ്യൂസിക് ആണെങ്കിലും പിന്നെ വളരെ കർശനമായിട്ടുള്ള കുറേ സംഭവങ്ങൾ അദ്ദേഹം എല്ലാവർക്കും ഒരു ഗൈഡ് ലൈനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും അന്ന് പറഞ്ഞതിൻ്റെയൊക്കെ ആക്ച്വലി റിയൽ വാല്യൂ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെ, എപ്പോഴും ബാലഭാസ്കറിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ നമ്മൾ പല ആളുകളും കുറേ കാര്യങ്ങൾ അതിൻ്റെ പിന്നാമ്പുറത്ത് നടന്ന കഥകളും കാര്യങ്ങളും ഒക്കെ പല വാർത്തകളിലൂടെ സർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുക? ഇത്ര അടുത്ത് നിന്നൊരു സൗഹൃദത്തിലുള്ള ഒരാളല്ലേ. അങ്ങനെയൊക്കെയുള്ള ഇപ്പം ഞാൻ പല ആളുകളും പറയുന്നു അദ്ദേഹത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ക്യാരിയർ ആക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാർത്തകൾ, കള്ളക്കടത്തുകൾ പോലെയുള്ള വിഷയങ്ങൾ വരുന്നു അതിലേക്ക്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ ഇത്രയും അടുത്തറിയുന്ന ഒരാളോടല്ലേ എനിക്കത് ചോദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് അതിനോട് ആ വാർത്തകളോടൊക്കെ പ്രതികരിക്കുന്നത്? നമുക്ക് ബാലു എന്താണെന്നും അദ്ദേഹം എന്താണെന്നും വളരെ വ്യക്തമായിട്ട് ഉള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. അതിൽ നിന്നൊരല്പം പോലും ഡീവിയേറ്റ് ചെയ്യപ്പെടാത്ത രീതിയിൽ ഉള്ള അനുഭവങ്ങൾ മാത്രമാണ് നമുക്കുള്ളതും. പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ ഞങ്ങൾ അന്നും ഇടപെടാൻ പോയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും നമുക്കൊന്നും വിശ്വാസയോഗ്യമായിട്ട് അന്നും ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭവങ്ങളിലും നടന്ന കാര്യങ്ങളെല്ലാം എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് നമുക്കറിയാം. പിന്നെ നമ്മളതിനു വേണ്ടി വേറൊന്നും നമുക്ക് ഒരു വരിയിടല്ലായിരുന്നു. ഓക്കെ.